അപ്പൊ ഇന്ന് നമ്മള് ശാസ്ത്രത്തെ സംബന്ധിച്ച് കർമ്മഫലം, കർമ്മവും കർമ്മഫലവും വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ്. ഈ കർമ്മഫലവുമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഈ ദർശനശാസ്ത്രത്തിന്റെ അധ്യയനം അതിലെല്ലാവർക്കും താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള ഒരു പാളിച്ച കൊണ്ടോ ഒരു ദോഷം കൊണ്ടോ അല്ല, മറിച്ച് അവരുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതല്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ എവിടെയോ ജനിച്ചു, അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് മകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോവേണ്ടതായിട്ടുള്ള ഒരു വഴിത്താര അത് നേരത്തെ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അത് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിശ്ചയത്തെ മറികടക്കാനായിട്ട് ആ ജന്മത്തില് നമുക്ക് തീരെ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ജീവിത പന്ഥാവ് എന്താണോ ആ പന്ഥാവിലൂടെ നമ്മൾ ജീവിക്കുക. നമ്മുടെ ആ ജീവിതം കൊണ്ട് നമുക്കും നമ്മൾ ഉൾപ്പെടുന്ന കുടുംബത്തിനും ആ കുടുംബം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള സമൂഹത്തിനും തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. എന്ന് വെച്ചാൽ ഈ ദർശന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെയും പങ്കെടുക്കാത്തവരുടെയും ജീവിതം ഒരേപോലെ തന്നെ പ്രയോജനകരമാണ്. ന്യായശാസ്ത്രത്തിൽ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നതായ ഒരു പ്രകരണമുണ്ട്. നമ്മുടെ തന്നെ ദർശന ക്ലാസ്സിൽ ആ പ്രകരണം പലരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ദർശന ക്ലാസ്സിലൂടെ അവിടെ പറയുന്നുണ്ട്, തേന അനേന പ്രയോജനേന സർവാണി കർമാണി വ്യാപ്താനി ഭവന്തി. എല്ലാവരുടെ ജീവിതത്തിലും അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു പ്രയോജനമുണ്ട്. സർവേ പ്രാണിന, എല്ലാ പ്രാണികളുടെയും ജന്മത്തിൽ തുടങ്ങി അതിന്റെ മരണം വരെയുള്ള ആ ജീവിത ചര്യക്കിടയില് ഈ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രയോജനം ആ പ്രാണിയിൽ കൂടി സംഭവിക്കാനുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ജന്മവും പാഴ്ജന്മം അല്ല. നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയും, എന്തിനാണ് ഇങ്ങനെ ഒരു പാഴ്ജന്മം എന്ന്. അത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വികാരത്തിന്റെ തള്ളിച്ചയില് നമ്മൾ എപ്പോഴോ നമ്മുടെ വായിൽ നിന്ന് വിട്ടുപോയ ഒരു ശബ്ദമാണ് എന്ത്, പാഴ്ജന്മം എന്ന് പറയുന്നത്. സത്യത്തിലെ പാഴ്ജന്മം എന്ന് പറയണതൊന്നും ഇല്ല. അതുകൊണ്ട് തേന അനേന സർവേ പ്രാണിന സർവാണി കർമാണി സർവാശ്ച വിദ്യാഹ വ്യാപ്താഹ. അപ്പൊ നമ്മുടെ ഈ ജീവിതചര്യയ്ക്കുള്ളില് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞ് ആ അറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പൊ ആ നമ്മുടെ അറിവ് പ്രയോജനമുള്ളതാണോ? തീർച്ചയായിട്ടും അതെ. ആ അറിവ് വെച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മം പ്രയോജനമുള്ളതാണോ? അതെ. നമ്മുടെ ജന്മം പ്രയോജനമുള്ളതാണോ? തീർച്ചയായിട്ടും അതെ. എന്ന് മാത്രമല്ല, നീതിസാരത്തില് നമ്മൾ കേട്ട് കാണും,
അമന്ത്രം അക്ഷരം നാസ്തി. അമന്ത്രം അക്ഷരം നാസ്തി. നമ്മൾ പഠിച്ചതായ അക്ഷരമാലയില് മന്ത്രത്തിന് കൊള്ളാത്തതായ ഏതെങ്കിലും ഒരു ശബ്ദമുണ്ടോ? അ മുതൽ ഹ വരെയുള്ളതായ അക്ഷരങ്ങളില് ഒരു തരത്തിലും മന്ത്രത്തിൽ സ്വീകരിക്കാൻ വയ്യാത്ത ഏതെങ്കിലും അക്ഷരമുണ്ടോ? ഇല്ല എന്ന് കാണാം. നാസ്തി മൂലം അനൗഷധം. ഈ ഭൂമിയിൽ കിളിർത്തു വരുന്നതായ ചെടികളുടെ വേര്, മൂലം ചെടിയിൽ വേര്, മരുന്നിന്റെ അല്ലെ ഔഷധ ഗുണമില്ലാത്തതായ ഏതെങ്കിലും വേരുണ്ടോ? ഇല്ല. പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ചെടികളുടെ എല്ലാ വേരുകളും പ്രയോജനമുള്ളതാണ്. അയോഗ്യ പുരുഷ നാസ്തി. യോഗ്യതയില്ലാത്തതായ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഇല്ല എന്ന് കാണാം. പിന്നെ കുറവെന്താ? അതാതിന്റെ ഗുണം മനസ്സിലാക്കി അതിനെ അവിടെ നിന്നെടുത്ത് ഇതുകൊണ്ട് ഈ പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ അറിവുള്ളതായ, ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു അറിവ് വേണം. ഇങ്ങനെ കൂട്ടിയിണക്കാൻ കഴിവുള്ളവരായ ആൾക്കാരുടെ എണ്ണത്തിലാണ് കുറവ്. എന്ന് വെച്ചാൽ ഈ ലോകത്തില് എന്തും നല്ല ഒരു സംഘാടകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ഈ ലോകത്തിന് മംഗളം ഉണ്ടാക്കി തരും. അതുകൊണ്ട് പറഞ്ഞു യോജക തത്ര ദുർലഭ. ഇതിനെ കൂട്ടിയിണക്കുന്നതായ വിരുതുള്ള സാമർഥ്യമുള്ള ആൾക്കാരെയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ആൾക്കാരെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഒന്നോർത്ത് നോക്കി, നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഒരു വലിയ കാലഘട്ടം വരെ നമ്മൾ ദൂരെ നിർത്തിയിരുന്ന ആൾക്കാര് ജാതിയുടെ പേരില്, ഗുണങ്ങൾ കുറവാണെന്നുള്ള പേരില്, തൊട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട്, തീണ്ടിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ജനവിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരുടെ എണ്ണം നോക്കുമ്പോൾ കൊള്ളാവുന്നവർ എന്ന് നമ്മൾ ലേബൽ ചെയ്ത ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ എണ്ണമായിരുന്നു ഇവിടെ കൂടുതൽ. ആ സ്ഥിതിയിൽ നമ്മൾ വളരെ കാലം ഈ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇന്ന് സെമിറ്റിക് മതം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിയിട്ടുള്ളതായ രണ്ട് സുപ്രധാന മതങ്ങൾ കടന്നു വന്നു. ക്രിസ്തു മതവും ഇസ്ലാം മതവും. നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിയിട്ടുള്ളതായ ആൾക്കാരെയാണ് ഈ രണ്ടു മതക്കാരും അവരുടെ അനുയായികളായിട്ട് സ്വീകരിച്ചത്. എങ്ങനെ? ശ്രീബുദ്ധൻ ചെയ്ത പോലെ, അല്ലെ, മഹാവീരൻ ചെയ്ത പോലെ. ഈ ബഹുഭൂരിപക്ഷത്തെ എന്ത് ചെയ്തു? സാധാരണക്കാരായ ആൾക്കാരെ അവർ സ്വീകരിച്ചു. അവർ അവരുടെ മതത്തിലേക്ക് ആനയിച്ചു. അങ്ങനെയാണ് ബുദ്ധമതവും ജൈനമതവും വളർന്നു വന്നത്. ആ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും വളർച്ച ഈ സമൂഹത്തിലെ ഭൂരിപക്ഷമാകുന്ന രീതിയിലേക്ക് വന്നപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഹിന്ദുമതത്തിൽ പരിവർത്തനം വന്നു. പരിവർത്തനം വരാതിരിക്കാൻ വഴിയില്ല.
അങ്ങനെ ഒരു പരിവർത്തനത്തിന് നമ്മൾ ശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു പരിവർത്തനത്തിന് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അത് വലിയ ആത്മഹത്യാപരമായിരിക്കും എന്ന് ആചാര്യന്മാർ കണ്ടറിഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികളുടെ അവതാരം ഉണ്ടാകുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ എന്ത് ചെയ്തു? വൈദികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും സംവാദത്തിന് വിളിച്ചു. അല്ലെ? അങ്ങനെ ശ്രീശങ്കരനുമായിട്ടുള്ള സംവാദത്തിൽ പ്രബലങ്ങളായിട്ടുള്ള യുക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജൈനമത അനുയായികളെയും ബുദ്ധമത അനുയായികളെയും ശങ്കരൻ തന്റെ അദ്വൈത മതത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ ശങ്കരന്റെ ഈ പരിശ്രമ ഫലമായിട്ട് ഒരു ത്രികോണം രൂപീകരിക്കപ്പെട്ടു. നേരത്തെ വൃത്തമായിരുന്നു. ആ വൃത്തം എന്തായി? ആ വൃത്തത്തിന് ഡെവലപ്മെന്റ് സംഭവിച്ചപ്പോൾ ആ വൃത്തം പുരോഗമിച്ചാണ് ഒരു ത്രികോണം ഉണ്ടാകുന്നത്. ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പൂജ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഒരു പൂജയുടെ തുടക്കത്തിൽ ഒരു വൃത്തത്തിനകത്ത് കിണ്ടിയിലെ വെള്ളം വയ്ക്കും. കിണ്ടിയിലെ വെള്ളം വയ്ക്കും വൃത്തത്തിനകത്ത്. ആ കിണ്ടിയിലെ വെള്ളം വെച്ചതിന്റെ തൊട്ടു വലതു ഭാഗത്തായിട്ട് ഒരു ത്രികോണം ഉണ്ടാവും. ആ ത്രികോണത്തിനകത്താണ് ശംഖും ശംഖുകാലും വയ്ക്കുന്നത്. എന്നിട്ട് ഈ കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് ശംഖിനകത്ത് തീർത്ഥം ഉണ്ടാക്കും. അതിന് ശംഖപൂരണം എന്നാണ് പേര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇടതുഭാഗത്ത് കാണുന്ന വൃത്തത്തിന്റെ പുരോഗതിയാണ് വലതുഭാഗത്ത് കാണുന്നതായിട്ടുള്ള ത്രികോണം. അത് വൃത്തത്തിന്റെ വികാസമാണ്. ഒരു വൃത്തത്തിനകത്ത് മുമ്പിൽ ഒരു ശീർഷം, പിന്നെ സൈഡുകളിൽ 2 ശീർഷമായിട്ട് ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വൃത്തത്തിനകത്ത് ഒതുങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെ ത്രികോണം വന്നപ്പോൾ എന്തായി? 3 മതങ്ങൾ പ്രബലമായിട്ടുണ്ടായി. ഒന്ന്, ഏറ്റവും അടിയിൽ നിൽക്കുന്നതായ ഹിന്ദുമതം. ത്രികോണത്തിന്റെ അടിയിലെ ഭുജം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ്. അതിന്റെ വലതുഭാഗത്തായിട്ട് ക്രിസ്തുമതം. അത് ആ ത്രികോണത്തിന്റെ വലതുവശത്തെ പാർശ്വമാണ്. ഇടതുഭാഗത്തായിട്ട് ഇസ്ലാം മതം ത്രികോണത്തിന്റെ ഇടത്തെ ഭുജമാണ്. ഈ 2 ഭുജങ്ങളും ഏതിലാണ് നിലനിൽക്കുന്നത്? ഹിന്ദുമതം എന്ന് പറയുന്നതായിട്ടുള്ള താഴെയുള്ളതായിട്ടുള്ള ബേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഇവര് വികസിച്ചത് എങ്ങനെയാ? ഹിന്ദുമതത്തിൽ നിന്ന് ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് മതം മാറ്റമല്ലേ എന്ന്. മതം മാറ്റാണ്. മതം മാറുക എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് ചോദിക്കും. ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചേ, മതം മാറുക എന്ന് പറയുന്നത് മോശമാണോ? മതം മാറുക എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ബുദ്ധമതം ഉണ്ടാകുമായിരുന്നോ? മതം മാറുക എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ജൈനമതം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ചിന്താശക്തിയുടെ കുറവ് കൊണ്ടാണ്, സൂക്ഷ്മതയോടെയുള്ള നിരീക്ഷണത്തിന്റെ കുറവ് കൊണ്ടാണ്. ഇതൊക്കെ തെറ്റാണെന്നും ഹിന്ദുമതത്തെ നശിപ്പിക്കുന്നതാണെന്നും എല്ലാം നമ്മൾ ഊഹിച്ചു വെച്ചത്. അതിന്റെ ഫലം എന്തായിരുന്നു?
ഈ രണ്ട് മതങ്ങൾ ഹിന്ദു മതത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഫലം വിദ്വേഷം. വിദ്വേഷം. ഇനി നമ്മൾ നോക്കി, ഈ വലതുഭാഗത്ത് വലതുഭുജത്തിൽ ചെയ്യുന്ന ക്രിസ്തുമതം എന്ന് പറയുന്നതായുള്ള ഈ മതത്തിന്റെ അനുയായികൾ അവരെല്ലാവരും പുറത്തുനിന്ന് വന്നവരാണോ? അല്ല, നമ്മുടെ മതത്തിലുണ്ടായിരുന്നവരാ. പിന്നിലേക്ക് ഇരുന്നവർ നോക്കി, അവരുടെ എല്ലാം മാതാപിതാക്കൾ നമ്മുടെ ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇസ്ലാം മതത്തിലേക്ക് നോക്കി, എവിടുന്ന ഇസ്ലാം മതം കരുത്താർജിച്ചത്? ഹിന്ദുമതത്തിൽ നിന്ന്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തതാരാ? ക്രിസ്തുമതത്തെ വളർത്താൻ, ഇസ്ലാം മതത്തെ വളർത്താൻ ഒത്താശ ചെയ്തു കൊടുത്തവര് ഹിന്ദുമതത്തിലുള്ളവരായിരുന്നു. അവർ വളർന്നു കഴിഞ്ഞപ്പോഴോ അവർക്കെതിരെയുള്ള വാദങ്ങൾ കൊണ്ടുവന്നവരാരാ? അതും ഹിന്ദുമതത്തിലുള്ളവരായിരുന്നു. അപ്പൊ ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റില്ലേ? എന്ത്? ആദ്യം ഒത്താശ ചെയ്തു കൊടുക്കുക, വളർന്നു കഴിയുമ്പോ അതിനോട് വിരോധം ഉണ്ടാക്കുക. നമുക്ക് മതപരമായിട്ടുള്ള വിദ്വേഷം, അതിനെ ആളിക്കത്തിക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള വിചാരധാരകൾ വരിക. രാഷ്ട്രീയ വിദ്വേഷത്തെ വളർത്താൻ മതത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ വരിക. അപ്പൊ എന്തിനാ ഈ വിദ്വേഷങ്ങൾ വളർത്തുന്നത്? വിദ്വേഷം വളരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് വിദ്വേഷത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണമുള്ളത് കൊണ്ടാണ് എരിവിരി കൂട്ടുന്ന സമയത്ത്, ഏഷണി കൂട്ടുന്ന സമയത്ത്, അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മളിൽ വികാരം ആളിക്കത്താൻ കാരണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്താ? ഈ വികാരങ്ങൾ ആളിക്കത്താനുള്ള കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെന്നുള്ളത് കൊണ്ടാ. നമ്മുടെ ഉള്ളിൽ അത് വരാൻ കാരണം എന്താ? അതിന്റെ കാരണമാണ് ദർശനം പറയുന്നത് അവിദ്യ. അവിദ്യ. ഈ പ്രകരണത്തിൽ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് എതിരഭിപ്രായം സ്വരൂപിച്ചു വെച്ചവരുണ്ടാവാം. ഉണ്ട്. അവർക്ക് തോന്നാം, ഇയാളെന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ദർശനശാസ്ത്രം അതിനെക്കുറിച്ച് വളരെ ആഴത്തില് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളിലുള്ള അവിദ്യയാണ് വാസ്തവത്തിൽ അനുകൂലമായ ഒന്നിനോട് ഇഷ്ടവും പ്രതികൂലമായ ഒന്നിനോട് അനിഷ്ടവും തോന്നിക്കാൻ കാരണം. അനുകൂലമായ ഒന്നിനോടുള്ളതായ ഇഷ്ടത്തെയാണ് നമ്മൾ രാഗം എന്ന് പറയുന്നത്. പ്രതികൂലമായ ഒന്നിനോടുള്ള വികാരത്തെയാണ് നമ്മൾ ദ്വേഷം എന്ന് പറയുന്നത്. ഈ രാഗദ്വേഷങ്ങളാണ് വാസ്തവത്തിൽ ഈ സൃഷ്ടിയെ നിലനിർത്തുന്നത്. എവിടെയാണോ രാഗദ്വേഷങ്ങൾ അവസാനിക്കുന്നത് അവിടെ സൃഷ്ടി ഇല്ലാണ്ടാവും. അപ്പൊ എന്തിനാ മതങ്ങളും രാഷ്ട്രീയവും ചേർന്ന് ഈ രാഗദ്വേഷങ്ങൾ വിതയ്ക്കുന്നത്? ലോകത്തിനൊരു പണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാ, അല്ലേ? ഇപ്പൊ നമ്മൾ വാ എന്ന് കൈകൊണ്ട് കാണിക്കണമെങ്കിൽ മുമ്പിൽ ഇഷ്ടമുള്ള ഒരു ആള് വേണ്ടേ? പോ എന്ന് പറഞ്ഞുകൊണ്ട് പുറം കൈ കൊണ്ട് തട്ടണമെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരാള് വേണ്ടേ? അപ്പൊ നമ്മുടെ കർമ്മം ചെയ്യാനുള്ളതായ പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നതായ ഹസ്തം അല്ലെങ്കിൽ കരം, അത് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചലിക്കണമെങ്കിൽ, പോ എന്ന് പറഞ്ഞുകൊണ്ട് ചലിക്കണമെങ്കിൽ രാഗദ്വേഷങ്ങൾ അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് സാഖ്യദർശനം പറഞ്ഞു, രാഗവിരാഗയോഹോ നാമ സൃഷ്ടി. രാഗത്തിന്റെയും വിരാഗത്തിന്റെയും പേരാണ് സൃഷ്ടി. രാഗമില്ലെങ്കിൽ, വിരാഗം എന്ന് പറഞ്ഞാൽ ദ്വേഷം, വിപരീത രാഗമാണ് വിരാഗം. രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ സൃഷ്ടിയില്ല.
ലോകത്തിൽ ചില വസ്തുക്കളോട് നമുക്ക് പ്രിയം തോന്നും. എപ്പോഴാ പ്രിയം തോന്നുക? അതുകൊണ്ട് നമുക്കൊരു ഉപകാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനോട് പ്രിയം തോന്നുന്നത്. ചില വസ്തുക്കളോട് നമുക്ക് ദ്വേഷം തോന്നും, അല്ലെങ്കിൽ ദേഷ്യം തോന്നും. എപ്പോഴാ അത്? അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ന് കാണുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായ പ്രയോജനത്തെ അത് ഇല്ലാണ്ടാക്കും എന്നറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? അതിനോട് ദ്വേഷം ഉദിക്കുന്നത്. അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു, എന്തുകൊണ്ടാണ് ആദ്യം ഈ മതങ്ങൾക്കെല്ലാം വികസിക്കാനായിട്ട് പശ്ചാത്തലം ഒരുക്കിയ ആൾക്കാർ തന്നെ ആ മതങ്ങൾ ഭയാനകമാം വിധം വളർന്നപ്പോ, ഭയാനകം എന്ന് പറയുന്നത് എനിക്കല്ല, നമ്മുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾക്കൊരു ഭയമുണ്ട്. കാരണം ഇവരിങ്ങനെ വളർന്നാൽ നാളെ നമ്മുടെ സ്ഥിതി എന്താവുന്നു? ഇതൊരു വിചാരം മാത്രല്ലേ? എന്ത്? നാളെ നമുക്ക് ഇന്നത് ഭവിക്കും എന്നുള്ളത്. റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഇവിടെ UDF ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന തീവ്രവിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും ആഭ്യന്തരം കൈയാളുക എന്ന്. അല്ലേ? ഒരു പരാമർശമാണ്. ആ പരാമർശം കേൾക്കുമ്പോൾ നമുക്ക് ഭയോദിക്കുക. ഭയമുദിക്കുമ്പോഴോ നമ്മൾ വിചാരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രയോജനങ്ങളും അതുകൊണ്ട് തടയപ്പെട്ടേക്കാം. അതുകൊണ്ട് വരും എന്ന് വിചാരിക്കുന്നതായ ആ വിഭാഗത്തിനെതിരെ ഇപ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തു? ദേഷ്യം ആളിക്കത്താൻ തുടങ്ങി, വെറുപ്പ് ആളിക്കത്താൻ തുടങ്ങി, ഇഷ്ടക്കേട് ആളിക്കത്താൻ തുടങ്ങി. നാളെ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നേ പേടിക്കാറുണ്ടോ? അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ പറ്റും? എപ്പോഴെങ്കിലും ജീവിക്കാം? ഒരു നിമിഷം ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. പട്ടി കടിച്ചു കഴിഞ്ഞപ്പോ നാട്ടിലൊരാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കേസാണ്. പേ വിഷബാധയ്ക്ക് ഇഞ്ചക്ഷൻ സ്വീകരിക്കണം. അത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമായിരിക്കും ആ ഇഞ്ചക്ഷൻ എടുക്കുക. 6 or 7 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അപ്പൊ വേറൊരാൾ പറയും, അയ്യോ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്താൽ അയ്യോ എന്താ വേദന എന്നറിയാമോ? പിന്നെ ഒന്ന് ചുമയ്ക്കാനോ ശ്വാസം വിടാനോ പോലും പറ്റില്ല, കമിഴ്ന്ന് കിടക്കാൻ പറ്റില്ല, കുനിയാൻ പറ്റില്ല. അതും കൂടി കേട്ടപ്പോൾ നമുക്ക് പേടി കൂടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് എത്രയോ മണിക്കൂർ മുമ്പ് ഈ ഇഞ്ചക്ഷനെ കുറിച്ച് പേടിച്ച് അവസാനം ആശുപത്രിയില് ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടർ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞ് അപ്പോഴും നമ്മുടെ ഭയം, ഓരോരുത്തരും ഇഞ്ചക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ തടവിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ തൊടയിലാണെങ്കിൽ ഇവിടെ തടവിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണത് വളരെ ഭയാശങ്കകളോടെ നമ്മൾ നോക്കിക്കാണും. എപ്പോഴാണോ ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ശരിയായിട്ടുള്ള ഊഴം വരുന്നത്, ആ സമയം നോക്കി നമ്മൾ ഭയപ്പെട്ട പോലെയുള്ളതായ വേദനയൊന്നും ഉണ്ടായില്ല. ശരിയാണ്, ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ അവിടെ ചെറിയൊരു തടിപ്പ്, അവിടെ തൊടുമ്പോ ഒരു വേദനയൊക്കെ ഉണ്ട്. അതത്ര ഈ പറഞ്ഞ നമ്മൾ പേടിച്ച് വളരെ ആശങ്കകളോടെ അതിനെ കണ്ടതായ സമയത്ത് നമ്മൾ എന്താണോ അതിനെക്കുറിച്ച് കരുതിയത് അത്രയുമൊന്നും പീഡയില്ല, അത്രയൊന്നും വിഷമത തന്നെ ഇല്ല. ഇതൊക്കെ നമുക്ക് സഹിക്കാനുള്ള വേദനകളേ ഉള്ളൂ. എന്ന് വെച്ചാലോ, ഈശ്വരന്റെ സൃഷ്ടിയില്
എവിടെയാണോ സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാവുന്നത്, ആ സമയത്ത് നമുക്ക് മോഹാലസ്യം ഉണ്ടാവും, ബോധക്കേടുണ്ടാവും. ബോധക്കേടുണ്ടാവും. അപ്പൊ സഹിക്കാൻ കഴിയാത്ത വേദന വരുമ്പോൾ ബോധക്കേട് ഉണ്ടാവും എന്നുള്ള ആ ഒരു ദർശനമാണ്, അനുഭവത്തിലൂടെ നമുക്ക് കൈവന്നിട്ടുള്ളതായിട്ടുള്ള ആ അറിവാണ് ശസ്ത്രക്രിയയെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ ബോധം കെടുത്താനായിട്ട് വൈദ്യശാസ്ത്രം നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ളതായിട്ടുള്ള രഹസ്യം. കാരണം സഹിക്ക വയ്യാത്ത വേദന അയാൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് ബോധക്കേട് ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ വേദന അയാൾക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ആദ്യമേ തന്നെ ബോധം കെടുത്തും. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ബോധം കെടുത്തും. അപ്പോഴോ നമ്മൾ വേദന അറിയില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ഡോക്ടർമാർ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സഹിക്കാനാവാത്തതായ വേദന വരുമ്പോൾ ബോധക്കേട് ഉണ്ടാവുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു പ്രതിഭാസം സാക്ഷാൽ പ്രകൃതി തന്നെ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ആ പ്രകൃതിയുടേതായ ആ ചേഷ്ടകളെ കണ്ടിട്ടാണ് വൈദ്യശാസ്ത്രം ശസ്ത്രക്രിയയ്ക്ക് മുമ്പില് രോഗിയെ ബോധം കെടുത്താനായിട്ട് തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിന്റെ ഈ തീരുമാനം പ്രകൃതിക്ക് അനുസാരമാണ്, പ്രകൃതിക്ക് വിരുദ്ധമല്ല എന്നർത്ഥം. അപ്പൊ അതേപോലെയാണ് പലപ്പോഴും ഈ നമ്മുടെ അജ്ഞാനത്തെ മുതലെടുത്തുകൊണ്ട്, അജ്ഞാനത്തിന്റെ രണ്ട് പ്രോഡക്റ്റുകളാണ് രാഗദ്വേഷങ്ങൾ. ആ രാഗദ്വേഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളതായ രാഗദ്വേഷങ്ങളെയാണ് സമൂഹത്തില് അത് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ദൗത്യവുമായിട്ട് വരുന്നവരുണ്ട്. അവരാണ് രാഷ്ട്രീയക്കാരും മതക്കാരും. പരസ്പരം കൈകോർത്ത് പിടിച്ചിരിക്കുക. നമ്മളോട് പറയും എന്ത്? മതം വേറെ, രാഷ്ട്രീയം വേറെ, പള്ളിക്കുള്ളത് പള്ളിക്ക്, സീസർക്കുള്ളത് സീസർക്ക്. ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പിന്നിൽ പോയി ഒന്ന് നോക്കി, കർട്ടന്റെ പിന്നിലേക്ക് നോക്കി, ഈ സീസറും പള്ളിയും തമ്മിൽ കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് വ്യവഹാരങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് ന്യായശാസ്ത്രത്തിന്റെ സിദ്ധാന്തം എന്ന് പറയുന്ന കാര്യത്തില് ഋഷി പറഞ്ഞിരിക്കുന്നത്. സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ട് ന്യായശാസ്ത്രത്തില്. ന്യായത്തിന്റെ 16 പദാർത്ഥങ്ങളിൽ ഒന്നാണ് സിദ്ധാന്തം. അപ്പൊ ആ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ന്യായശാസ്ത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ധാന്തം എന്ന് പറയുന്ന ടൈറ്റിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പഠനത്തിന് ഞാൻ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സത്സു സിദ്ധാന്ത ഭേദേഷു വാദജൽപ വിദണ്ഡാഹ പ്രവർത്തന്തേ നാന്യഥ. ആൾക്കാർ തമ്മിൽ ഒരു വസ്തുവിനെ സംബന്ധിക്കുന്നതായ അവരുടെ ധാരണയില് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ലോകത്ത് വാദം ജൽപ്പം വിദണ്ഡ എന്ന് പറയുന്ന ലോകസ്ഥിതിക്ക് ഹേതുവായിട്ടുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ആ വ്യവഹാരം ഉണ്ടാവുന്നതിന് ഇതാണ് കാരണമെങ്കിൽ, അതിവിടെ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കണ്ടേ? അപ്പൊ എന്താ സിദ്ധാന്ത ഭേദം? ഈശ്വരൻ എന്ന് പറയുന്നതായ ഒരു വസ്തു, ആ വസ്തുവിനെ സംബന്ധിച്ച് ഒരാൾ പറയുന്നു ഈശ്വരൻ ഉണ്ട്. അയാളുടെ ധാരണ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതാണ്. വേറൊരാൾ പറഞ്ഞു ഈശ്വരൻ ഇല്ല. സിദ്ധാന്ത ഭേദായ ഈശ്വരൻ എന്നുള്ള വസ്തുവിനെ കുറിച്ച് ഒരാളുടെ ധാരണ ഉണ്ട് എന്ന്, മറ്റൊരാളുടെ ധാരണ ഇല്ല എന്ന്. അപ്പൊ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ?
ഷേക്സ്പിയൻ നാടകങ്ങളിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്ന്. എന്താ നാടകത്തിലെ പരാമർശം? എന്താ? ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്ന്. വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ചോദ്യം അല്ലെ? ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഈ ചോദ്യം ഉണ്ടാവുന്നത്, അപ്പോഴല്ലേ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുക, നമ്മുടെ അറിവുകൾ പരീക്ഷിക്കപ്പെടുക. അവിടെയല്ലേ നമ്മുടെ ബുദ്ധി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അവിടെയല്ലേ നമ്മുടെ മനസ്സ് സങ്കല്പ വികല്പങ്ങൾ നെയ്യുന്നത്, അല്ലേ? അപ്പം മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധി തീരുമാനമെടുക്കും. ബുദ്ധി തീരുമാനം എടുത്തു കഴിഞ്ഞാലോ അതായിരിക്കും പ്രാവർത്തികമാകുക. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, എന്ത്? ഇതന്തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ. വളരെ രഹസ്യങ്ങളിൽ പറ്റിയ രഹസ്യമായിട്ടുള്ള ആ ജ്ഞാനത്തെ അർജുന ഞാനിതാ ആഖ്യാനം ചെയ്തു കഴിഞ്ഞു. വിമൃശ്യ ഏതദശേഷേണ യഥേച്ഛസി തഥാ ഗുരു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ സമഗ്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് അതിൽ നിന്ന് എന്തുണ്ടാവും? ഒരു ഔട്ട്കം ഉണ്ടാവും. എന്താ ഔട്ട്കം? എന്താ? എന്നാ ശരി, ഇതങ്ങോട്ട് ചെയ്ത് കളയാം. ഒന്നിങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിലോ അയ്യോ ഇത് വലിയ ആപത്താണ്, ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റില്ല, വിട്ടേക്ക. അതാ പറഞ്ഞ യഥേച്ഛസി തഥാ ഗുരു. പക്ഷേ നമ്മൾ ഒന്നിനെ വിടുന്നതിന് മുമ്പ്, ഒന്നിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ വിമർശനം ചെയ്തിരിക്കണം. ന്യായശാസ്ത്രകാരനുണ്ട്, ഭാഷ്യകാരനുള്ള വാത്സ്യായനം പറയുന്നു, എന്ത്? വിമർശ സംശയ. വിമർശം എന്ന് പറഞ്ഞാലോ അത് സംശയമാണ്. എത്ര സംശയ തത്ര ഏവം ഉത്തരോത്തര പ്രസംഗ. സംശയമുണ്ടായാൽ മാത്രമാണ് എന്ത്? നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും. ഇതിന് ശേഷം എന്ത്, അതിനുശേഷം എന്ത്, അതിനുശേഷം എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയുള്ളൂ. ആ അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെ അവസാനമാണ് എന്ത് ചെയ്യുക? നമ്മുടെ ബുദ്ധി തീരുമാനിക്കുക, ചെയ്യാം അതല്ലെങ്കിൽ ചെയ്യണ്ട. ബുദ്ധി നിശ്ചയിച്ചതെങ്കിലോ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. ചെയ്യണ്ടെന്നാണോ നിശ്ചയിച്ചതെങ്കിലോ തീർച്ചയായിട്ടും അത് ചെയ്യാതെ മാറ്റിവെക്കപ്പെടും. അപ്പൊ നമ്മുടെ ഈ ദർശനശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെ സമഗ്രമാണ്. നമുക്ക് ആവശ്യമുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ചും ഈ ദർശനശാസ്ത്രം ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ഈ വിഷയത്തിന്റെ ചർച്ച എവിടെ, എങ്ങനെ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ ദർശനശാസ്ത്രത്തിലൂടെ നമ്മളൊരു പര്യടനം നടത്തണം. ഒരു പര്യടനം ആവശ്യമാണ്. അപ്പൊ ഈ രാഗദ്വേഷങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിദ്യയാണ്. ആ അവിദ്യ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അവിദ്യയാണ് അത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ വിദ്യ ഇല്ലാണ്ടാവില്ല. എന്തുകൊണ്ട് ഇല്ലാണ്ടാവില്ല? കാരണം അനാദികാലമായിട്ട് നമ്മുടെ ഉള്ളില് കൂടുവച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മലയ രൂപമാണ് ഈ അവിദ്യ. എന്നുവെച്ചാൽ വലിയൊരു പർവ്വതം പോലെയാണ് അവിദ്യ. എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ടാണ് ഈ അവിദ്യ നമ്മുടെ ഉള്ളില് ഈ പർവ്വത രൂപത്തിൽ ഉയർന്നു നിൽക്കുന്നത്. സാഖ്യദർശനം പറയുന്നു, ന ശ്രവണമാത്ര തസിദ്ധി അനാദിവാസനായാ ബലവത്വാത്.
ഒരു പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട്, പല പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട് അവിദ്യയെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ സിദ്ധമാക്കാവുന്ന സംഗതിയല്ല. എന്തുകൊണ്ട്? അനാദിവാസന, അനാദികാലമായിട്ട് ഈ അവിദ്യ നമ്മുടെ ജീവിത പന്ഥാവിലൂടെ അരക്കിട്ട് ഉറപ്പിച്ച് നമ്മൾ ഏതാണ്ട് അതിനെ സ്നേഹിക്കുന്ന രീതിയിലാണ് അതിനോട് പെരുമാറുന്നത്. നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമുക്കിഷ്ടമല്ല. നമ്മുടെ ഇന്ന കാര്യം ശരിയല്ല എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ല. നമ്മുടെ പ്രവൃത്തിയിൽ ഇന്ന ഭാഗത്ത് ഇന്ന ഉണ്ട് എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? കാരണം നമ്മുടെ ഉള്ളിലുള്ള അവിദ്യയോട് നമുക്ക് വലിയ സ്നേഹ. ആ അവിദ്യയെ അത് അവിദ്യയാണെന്ന് അറിഞ്ഞിട്ടും ആ അവിദ്യയെ കൈവിടാൻ നമുക്ക് ആവുന്നില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, നമ്മുടെ ദാർശനിക പ്രകരണത്തിൽ എന്തായാലും ബുദ്ധമതത്തിന് സ്ഥാനമുണ്ടല്ലോ. വൈദിക ദർശനങ്ങളിൽ ബുദ്ധമതം ഇല്ലെങ്കിലും ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ബുദ്ധമതത്തെ കൂടി നമുക്ക് കണക്കാക്കണ്ടേ? നമ്മൾ ഷഡ്ദർശനം എന്ന് പറയുന്നതിൽ ബുദ്ധമതത്തിന്റെ പേരില്ലെങ്കിലും ഭാരതീയ ദർശനം എന്ന് പറയുമ്പോൾ ബേസ് ഒന്ന് വൈഡായിരിക്കും, അല്ലെ? വിസ്തൃതമായിട്ടുള്ളൊരു പ്രതലം അതിനുണ്ട്. അവിടെ ഒരു അങ്കുലിമാലിന്റെ കഥ പറയുന്നുണ്ട്. അങ്കുലിമാൽ എന്ന് പറയുന്ന ആൾക്ക് ആ പേര് വീഴാൻ കാരണം അയാളൊരു വലിയ ഭീകരനായ ഒരു കൊള്ളക്കാരനായിരുന്നു. ആരാണോ അയാളുടെ ഏരിയയിൽ കൂടി ധനവുമായിട്ട് കടന്നു പോകുന്നത് അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി മുതൽ അപഹരിക്കുക മാത്രമല്ല, അവരുടെ ചൂണ്ടുവിരൽ അയാൾ മുറിച്ചെടുക്കും. അങ്കുലി ആ ചൂണ്ടുവിരൽ മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അതിനെ മാലയായി കോർക്കും. അങ്കുലി മാൽ, അങ്കുലി മാലഹ, അതിനെ മാലയായിട്ട് ധരിക്കും. അപ്പൊ ഈ അങ്കുലി മാൽ ഒരിക്കൽ ബുദ്ധന്റെ സവിധത്തിൽ വരാനിടയായി. അപ്പൊ അങ്കുലിമാലിനോട് ബുദ്ധൻ ചോദിച്ചു, ആ മരത്തിൽ നിന്ന് ഒരു ഇല പറിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അയാൾ പോയിട്ട് ഒരു ഇല ഒടിച്ചുകൊണ്ട് വന്നു. ബുദ്ധൻ ആ ഇല വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇതേപോലെ ആ വൃക്ഷത്തിൽ ഒന്ന് ചേർത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്കുലിമാലിന് അറിയാൻ എന്ത് പൊട്ടിക്കുന്നത് പോലെ സാധിക്കുന്ന കാര്യമാണോ തിരിച്ചത് വൃക്ഷത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്? അങ്കുലിമാലിന് അത് കഴിഞ്ഞില്ല. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഈ ലോകം എന്ന് പറയുന്നത് പൊട്ടിക്കുന്നവന് മാത്രമുള്ളതല്ല. കാരണം ചേർത്ത് വയ്ക്കുന്നവൻ ചേർത്ത് വെച്ചാൽ മാത്രമാണ് പൊട്ടിക്കുന്നവൻ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആർക്കാണോ പൊട്ടിച്ച ശേഷം ചേർത്ത് വയ്ക്കാൻ കഴിയാത്തത് അവനത് പൊട്ടിക്കാനുള്ള അധികാരമില്ല. അങ്ങനെയാണ് എന്ത് ചെയ്തത് എന്ന് മാത്രമല്ല, അങ്കുലിമാലിനെ കണ്ട സമയത്ത് ബുദ്ധന് തീരെ ഭയം തോന്നിയില്ല. കാരണം ബുദ്ധൻ അങ്കുലിമാലിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ തന്നെ ബുദ്ധൻ അവന്റെ ഭീരുത്വം മനസ്സിലായി. അല്ലെ? ദേഷ്യം കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നവരൊക്കെ ഭീരുക്കളാ. അത് ധീരന്റെ ജോലിയല്ല. അപ്പൊ ഈ അങ്കുലിമാൽ മഹാഭീരുവാണെന്ന് ബുദ്ധന്റെ കണ്ണുകൾ അവന്റെ കണ്ണിൽ പതിഞ്ഞ സമയത്ത് തന്നെ അങ്കുലിമാൽ ആരാണോ അത് ബുദ്ധന് ബോധ്യമായി.
അപ്പൊ അങ്ങനെ അങ്കുലിമാൽ എന്ത് ചെയ്യാണ്? ബുദ്ധനെ ഗുരുവായിട്ട് സ്വീകരിക്കുക. ഗുരുവായിട്ട് സ്വീകരിച്ചതുകൊണ്ട് മാത്രം അയാളുടെ ഹിംസാഭാവം ഇല്ലാണ്ടാവോ? ഇല്ല. പറഞ്ഞില്ല, അനാദിവാസനായാഹ ബലവത്വാത്, അനാദികാലമായിട്ടുള്ള ഈ ഹിംസയുടെ, അസത്യത്തിന്റെ, ദുർവ്യവഹാരത്തിന്റെ, അബ്രഹ്മചര്യത്തിന്റെ, പരിഗ്രഹത്തിന്റെ ഈ സംസ്കാരങ്ങളെല്ലാം നമ്മളെ പൊതിഞ്ഞിരിക്കുക. അപ്പൊ കഥ നമ്മൾ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർന്നെങ്കിലും അങ്കുലിമാൽ മഹാത്മാവാവുന്നത് നിരന്തരമായിട്ടുള്ള ബുദ്ധന്റെ ചരണത്തിൽ ഇരുന്നു കൊണ്ടുള്ള സേവനം വഴിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ, ചിലർ ചോദിക്കും, അങ്കുലിമാലിന് പരിവർത്തനം വന്നല്ലോ, അതൊറ്റ നിമിഷം കൊണ്ട്, ഒറ്റ ഉപദേശം കൊണ്ടാണോ പരിവർത്തനം വന്നത്? അത് പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പരിവർത്തനത്തിൻ്റെതായിട്ടുള്ള ആ യാത്ര ആരംഭിച്ചു. ആ പരിവർത്തനം അവിടെ ആരംഭിച്ചു. അത് അവസാനിച്ചതെന്നല്ല. അവസാനിച്ചത് വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ്, മാസങ്ങൾക്ക് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ്. ദർശനത്തിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ദർശനത്തില്, യോഗശാസ്ത്രത്തില് അഭ്യാസത്തിന്റെ പ്രകരണത്തിലാണ് പതഞ്ജലി ഇത് പറഞ്ഞിട്ടുള്ളത്. സതോ ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമിഹി. ഈ അവിദ്യയുടേതായിട്ടുള്ള സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് ജ്ഞാനാഗ്നി കൊണ്ട് ഭസ്മമാകുന്നതിന് ദീർഘകാലം ആവശ്യമാണ്. നിരന്തരം അതിനോട് നമ്മൾ ഏറ്റുമുട്ടണം. ഇതിനോട്, നമ്മുടെ ഉള്ളിലുള്ളതായ അവിദ്യയോട് നമ്മൾ നിരന്തരം ഏറ്റുമുട്ടണം. എങ്ങനെ ഏറ്റുമുട്ടണം? സത്കാരാസേവിത, ശ്രദ്ധയോട് കൂടിയിട്ട്, പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, സമർപ്പണ ബോധത്തോട് കൂടിയിട്ട് ഏറ്റുമുട്ടണം. അപ്പോഴോ ദൃഢഭൂമിക്ക് നമ്മുടെ ചിത്തം ഈ അവിദ്യയുടെ സംസ്കാരത്തിൽ നിന്ന് വേർപെട്ട്, അപ്പോഴാണ് യോഗത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഭൂമി അവിടെ ക്രിയേറ്റ് ആവുക. എന്തുകൊണ്ടാ നമ്മൾ ഈ വിഷയത്തില് അല്ലെ അല്പജ്ഞന്മാരായി തുടരാൻ കാരണം? കാരണം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞുമ്പോൾ നമുക്ക് തോന്നും, എന്ത്, എനിക്ക് മനസ്സിലായി എന്ന്. അല്ലെ, എനിക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ അസസ്മെന്റ് എങ്കിൽ, ഇല്ല തനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പിന്നെ നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ? അല്ല, ശബ്ദം കൂട്ടി പറയും, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇല്ല തനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞ പിന്നെ തനിക്ക് എന്താ കുഴപ്പം? നമ്മളിൽ അയാൾ കുഴപ്പം ആരോപിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തെ, നിന്നോട് പറയാൻ ഞാനില്ല, എന്താന്ന് വെച്ചാൽ ആയിക്കോ, അല്ലെ? അയാളുടെ കുഴപ്പം ചൂണ്ടിക്കാട്ടി നമ്മൾ എന്തിനാ സ്വയം കുഴപ്പം വരുത്തി വെക്കുന്നത്? നമ്മുടെ ബുദ്ധിവൃത്തിയെ നമ്മൾ എന്തിനാണ് മോശമാക്കുന്നത്? പറയാറില്ലേ, ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, എന്നിട്ട് മനസ്സിലായില്ലെങ്കിലോ കാവ്യനീതിക്ക് വിടുക അയാളെ എപ്പോഴാണോ നന്നാവുന്നത് അപ്പം നന്നായാ മതി. തൽക്കാലം അയാളുടെ കാര്യത്തിൽ ഇടപെടണ്ട. അപ്പൊ ചിലർ ചോദിച്ചു, ഭീരുത്വമല്ലേ എന്ന്. ഭീരുത്വമല്ലേ എന്ന് വ്യാസം പറയുന്നത് എന്താന്ന് നോക്കാം. ചിത്തഭൂമികളെ വ്യാസ മഹർഷി 5 വിഭജിച്ച് മനസ്സിലാക്കി നമ്മളെ യോഗശാസ്ത്രത്തില്. ഒന്നാമത്തെ ഭൂമിയുടെ പേരാണ് ക്ഷിപ്തം. രണ്ടാമത്തെ ഭൂമിയുടെ പേരാണ് മൂഢം. മൂന്നാമത്തെ ഭൂമിയാണ് വിക്ഷിപ്തം.
നാലാമത്തെ ഭൂമിയാണ് ഏകാഗ്രം. അഞ്ചാമത്തെ ഭൂമിയാണ് നിരുദ്ധം. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ഇതിൽ ആദ്യത്തെ രണ്ട് ഭൂമികളെയും യോഗപ്രകരണത്തിൽ പതഞ്ജലി മുനി തള്ളിക്കളഞ്ഞു. അതായത് പാതഞ്ജല യോഗശാസ്ത്രം എന്ന് പറയുന്നത് ക്ഷിപ്തഭൂമിക്കാർക്കും മൂഢഭൂമിക്കാർക്കും വേണ്ടിയുള്ളതല്ല. അത് വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്ന് പറയുന്ന ലേറ്റസ്റ്റ് 3 ഭൂമിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ക്ഷിപ്തഭൂമിക്കാരും മൂഢഭൂമിക്കാരും എന്തു ചെയ്യും? അവർ യോഗശാസ്ത്രത്തിൽ നിന്ന് വഞ്ചിതരായിരിക്കും പോവില്ലേ? യോഗശാസ്ത്രത്തിന് അവരോട് തൊട്ടുകൂടായ്മയുണ്ടോ, തീണ്ടിക്കൂടായ്മയുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? അത്തരം ആളുകൾക്ക് യോഗത്തിന്റെ പിൻബലം നൽകാൻ വേണ്ടിയിട്ടാണ് ഹഠയോഗം എന്ന് പറയുന്ന യോഗ പ്രസ്ഥാനം ആവിർഭവിച്ചത്. പാതഞ്ജല യോഗശാസ്ത്രം ഏത് ഭൂമിക്കാരെയാണോ യോഗമാർഗത്തിലേക്ക് ഉള്ളിലേക്ക് എടുത്തത്, ഏതൊക്കെയാ? വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ഈ 3 ഭൂമിക്കാരെ പാതഞ്ജല യോഗം ഉള്ളിലേക്ക് എടുത്തപ്പോൾ അതിന് അവസരം കിട്ടാതെ പുറമേ നിൽക്കേണ്ടി വരുന്നതായ, അതിൽ തോറ്റ് മാറി നിൽക്കുന്നതായ ക്ഷിപ്തഭൂമിക്കാർക്കും മൂഢഭൂമിക്കാർക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഹഠയോഗം ഉണ്ടായത്. ഹഠയോഗം എന്താ? ഹഠയോഗം കാരണം അവരോട് അല്പം ബലാത്കാരേണ പെരുമാറണം. അവരുടെ ദൈനിക ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇടപെടണം. ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ചില അടിയും ചില അമർത്തലും എല്ലാം ആവശ്യമാണ്. ക്ഷിപ്തഭൂമിക്കാർക്കും മൂഢഭൂമിക്കാർക്കും അടി ആവശ്യമുണ്ട്, അമർത്തൽ ആവശ്യമുണ്ട്. അവർ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കണം. ഇത് ഹഠയോഗത്തിൽ കാണാൻ പറ്റും നമുക്ക്. അവർക്ക് വേണ്ടി ചില നിയമങ്ങൾ ഏർപ്പെടുത്തണം. അവരുടെ ജീവിത മാർഗത്തെ നമ്മൾ പുറമേ നിന്ന് ഇടപെട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യണം. നിരോധിക്കുകയല്ല, റെഗുലേറ്റ് ചെയ്യണം. എന്തിനാ ഈ റെഗുലേഷൻ? കാലാന്തരത്തിൽ ഈ റെഗുലേഷനിലൂടെ അവരെന്ത് ചെയ്യും? രാജയോഗത്തിന് പറ്റിയവരായിട്ട് മാറും. രാജയോഗത്തിന് പറ്റിയവരായിട്ട് അവർ മാറും. അതുകൊണ്ട് ഈ രാജയോഗം കയ്യിൽ വച്ചിരിക്കുന്നവരായ വരേണ്യവർഗക്കാർ, നമ്മൾ ഹിന്ദു മതം എന്ന് വിളിക്കുന്നില്ലേ, ആ വരേണ്യവർഗക്കാർ ഈ ക്ഷിപ്തന്മാരെയും മൂഢന്മാരെയും ഒരു കാലഘട്ടത്തിൽ അകറ്റി നിർത്തി. അവരിൽ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ യോഗ്യരാക്കാൻ വേണ്ടി അവരുടെ നിർമ്മാണം ഈ സെമിറ്റിക് മതക്കാർക്ക് കൊടുത്തു. അവരുടെ നിർമ്മാണം ആർക്ക് കൊടുത്തു? സെമിറ്റിക് മതക്കാർക്ക് കൊടുത്തു. സെമിറ്റിക് മതക്കാർ എന്ത് ചെയ്തു? അവരുടെ മതത്തിലേക്ക് അവരെ ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെളിച്ചം വീശുന്ന രീതിയിലുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിന് രഹസ്യമായിട്ട് നേതൃത്വം കൊടുത്തവരാരാ? അവരെ തൊട്ടുകൂടാത്തവരെന്ന് തീണ്ടിക്കൂടാത്തവരെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ മതത്തിലെ ആൾക്കാർ തന്നെയാണ് അവരെ യോഗത്തിന് യോഗ്യന്മാരാക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള
ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കേട്ടിട്ടില്ലേ? കുതിരിമാരും നായന്മാരും എല്ലാം ഒരു കാലഘട്ടത്തില് ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മാറിപ്പോയതായിട്ട്. അങ്ങനെ അവർ വളർന്നു കഴിഞ്ഞപ്പോഴോ, അവർ ഹിന്ദു മതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവർ വളർന്നപ്പോൾ എന്തായി? ഈ 3 മതക്കാരും തമ്മിൽ എന്തായി? വിക്ഷുബ്ധനായിട്ട് സംസാരിക്കാം, കരഞ്ഞുകൊണ്ട് സംസാരിക്കാം. അതൊക്കെ വാക്കുകൾ കൊണ്ടുള്ളതായ കളികളാ. അതെപ്പോഴാണോ കയ്യാങ്കളിയായി മാറുന്നത്, അപ്പോൾ വരും എന്ത് ചെയ്യാൻ? പോലീസ് വരും, മതക്കാർ വരും, ഇടപെടും, അത് സോൾവ് ആക്കും. വീണ്ടും എന്ത് ചെയ്യും? ഈ വഴക്കും വക്കാണവും. കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയെ ഇല്ലാതാക്കാൻ മത നേതാക്കൾക്ക് കഴിയില്ല, രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയില്ല. അവർക്ക് കഴിയുന്നത് എന്താ? എന്താണോ ഉള്ളത് അതിനെ റെഗുലേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ള പ്രക്രിയ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. അതാണ് അവർ ചെയ്യുന്നത്. അതിലെന്താ ദോഷം? നമ്മൾ അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവർ ചെയ്യുന്ന കൂടെ നമ്മൾ ചെയ്യണം. മതത്തിലാണ് നമ്മുടെ മെമ്പർഷിപ്പ് എങ്കിലോ ആ മത നേതൃത്വം പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. അതല്ലേ സംഘടനയുടെ ബലം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഋഷിമാർ ഈ ദർശനശാസ്ത്രത്തിലൂടെ വിഭാവന ചെയ്തതായിട്ടുള്ള ആ ഒരു ദാർശനിക പ്രക്രിയയുടെ ക്രിയാന്വിതത്വമാണ്. അതായത് ദാർശനിക പ്രക്രിയയുടെ എന്താണ് ദാർശനിക പ്രക്രിയ? എവിടെ വർക്കൗട്ട് ചെയ്യുക? എവിടെ നിന്നാണോ ആശയം നമ്മൾ സ്വീകരിച്ചത് അവിടെ തന്നെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ അതിന്റെ നെല്ലും പതിരും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. നെല്ലും പതിരും അല്ലേ? നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നോക്കി, നെല്ല് മാത്രമാണോ ഉണ്ടാവുന്നത്? പതിരും ഉണ്ടാവും. പതിര് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, നെല്ലും ഉണ്ടാവും. അല്ലേ? അവസാനോ ഈ കതിര് മൂക്കുമ്പോഴോ നെല്ലും മൂക്കും പതിരും മൂക്കും. സൂര്യപ്രകാശം വരുമ്പോഴോ അത് നെല്ലും സ്വീകരിക്കും പതിരും സ്വീകരിക്കും. ചെടി അതിന് ആഹാരം കൊടുക്കുമ്പോഴോ നെല്ലിനും ആഹാരം കൊടുക്കും പതിരിനും ആഹാരം കൊടുക്കും. അതുകൊണ്ടല്ലേ വളരുന്നത്. കൊയ്ത്ത് കഴിയുമ്പോൾ നമ്മൾ നെല്ലിനെ നെല്ലായിട്ടും പതിരിനെ പതിരായിട്ടും വേർതിരിക്കും. അതുകൊണ്ട് ഈ ദർശനശാസ്ത്രം നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉദാഹരണങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന നമ്മുടെ തന്നെ കൺമുമ്പിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അവർ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ളതായ കാര്യങ്ങളെ വിട്ടുകൊണ്ട് പരോക്ഷമായ കാര്യങ്ങളെ ഒരിക്കൽ പോലും ആനയിച്ചിട്ടില്ല. അങ്ങനെ കാലാന്തരത്തിൽ പറഞ്ഞില്ലേ, സദു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അങ്ങനെ പയറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അവിദ്യാകാരിതമായിട്ടുള്ള സംസ്കാരങ്ങളെ ഇല്ലാണ്ടാക്കുന്നത്. ഓർത്തു നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ക്രമം. നമ്മുടെ അമ്മയുടെ കുഞ്ഞായിട്ട് നമ്മൾ വളരുമ്പോ, കൈക്കുഞ്ഞായിട്ട് വളരുമ്പോ അമ്മയേക്കാൾ വലുതൊന്നും നമ്മൾ കാണുന്നില്ല. കുറച്ച് ദൃഢത വന്നു കഴിയുമ്പോൾ അമ്മ അച്ഛന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യുക. അപ്പൊ ഒന്ന് നോക്കി, നമ്മുടെ അച്ഛനാണ് നമ്മുടെ ലോകത്തിലെ കൺകണ്ട ദൈവം.
അവിടെയും നമുക്ക് പാകത വന്നു കഴിയുമ്പോഴോ, ഒരു 8 വയസ്സൊക്കെ ആവുമ്പോ ഒരു ഗുരുവിന്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക. അവിടെ നോക്കി, നമ്മുടെ ഗുരുവിനേക്കാൾ വലിയ മഹത്തായ വ്യക്തി വേറെയില്ല. നാലാമതായിട്ടാണ് നമ്മൾ ആരിലേക്ക് വരുന്നത്? ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലേക്ക് വരുന്നത്. ആരാ ഈ വിഷ്ണു? സമൂഹം. ഗുരു ആരെയാണോ പാകപ്പെടുത്തി തന്നിൽ നിന്ന് വേർപെടുത്തി നിർത്തുന്നത്, അവനെ സമൂഹം ഏറ്റെടുക്കും. ഈ സമൂഹമാണ് നമ്മുടെ സഹസ്രശീർഷ പുരുഷ എന്ന് പറയുന്നതായ പുരുഷ സൂക്തത്തിലെ പുരുഷൻ സമൂഹമാണ്. അല്ലേ? സമൂഹത്തിൽ എത്ര തലകളുണ്ട്? സഹസ്രം തലകളുണ്ട്. ആയിരക്കണക്കിന് തലകളുണ്ട് സമൂഹത്തിന്. സഹസ്രശീർഷാഹ പുരുഷ. സമൂഹത്തിന് എത്ര കണ്ണുകളുണ്ട്? അല്ലെ, 1000 തലകളുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞു സഹസ്രാക്ഷ. സമൂഹം സഞ്ചരിക്കുന്നത് എത്ര പാദങ്ങളിലൂടെയാണ്? സഹസ്രപാദ്. 1000 പദങ്ങൾ വെച്ചുകൊണ്ടാണ് സമൂഹം സഞ്ചരിക്കുന്നത്. സഭൂമിം വിശ്വതഃ വൃത്വ അധിഷ്ഠദശാങ്കുലം. അങ്ങനെ ഒരു പുരുഷൻ ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ സമൂഹമാകുന്ന വിരാട് പുരുഷൻ അവന് ചുറ്റും വളഞ്ഞുകൊണ്ട്, അവന്റെ ഓരോ പ്രവൃത്തികളെയും നോക്കിക്കൊണ്ട്, അതിനെ വിലയിരുത്തിക്കൊണ്ട്, അവൻ നിലകൊള്ളുന്നതായ മുഖ്യധാരയ്ക്ക് ഭംഗം വരുത്തുന്നുണ്ടോ, ആ മുഖ്യധാരാ ജീവിതത്തിൽ അവൻ ഓളങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ആ ഓളങ്ങൾ ഈ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് 1000 കണ്ണുകൾ നമുക്ക് പിന്നാലെ ഉണ്ട്. 1000 കയ്യുകൾ നമുക്ക് ചുറ്റുമുണ്ട്. 1000 കാലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. 1000 തലകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ അത്രയും വലിയ ഒരു സുരക്ഷാ വലയത്തിലാണ് വാസ്തവത്തിൽ ഗുരുകുലം വിടുന്നതായ ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് വസിക്കുന്നത്. വാസ്തവത്തിൽ അവന്റെ ഭാഗധേയം, അവൻ പഠിച്ചതായ വിവരങ്ങൾ, അത് പരിപൂർണമായിട്ട് അതിന്റെ രസരൂപം അവനെ എടുക്കാൻ സഹായിക്കുന്നത് അവൻ സമൂഹ ജീവിയായിട്ട് തിരിച്ചു വരുമ്പോഴാണ്. ആ സമൂഹത്തിന് ഫിറ്റാകുന്ന രീതിയിലാണ് അമ്മ അവനെ വളർത്തിയത്, അച്ഛൻ അവനെ വളർത്തിയത്, ഗുരു അവന് ജ്ഞാനം നൽകിയത്. അപ്പൊ ഗുരുവിനാൽ നൽകപ്പെട്ട, അച്ഛനാൽ നൽകപ്പെട്ട, അമ്മയാൽ നൽകപ്പെട്ട ജ്ഞാനത്തിന്റെ എക്സിക്യൂഷൻ, ആ ജ്ഞാനത്തെ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള ജ്യേഷ്ഠാശ്രമത്തെ ഋഷിമാർ വിധാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കൽപ്പശാസ്ത്രം ഉണ്ടായിട്ടുള്ളത്. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന് പറയുന്ന വേദത്തിന്റെ 6 അംഗങ്ങളിലുള്ള കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ച ജ്ഞാനത്തെ നമ്മളിൽ വലിയ സാമർഥ്യമായിട്ട് വളർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൽപ്പം എന്നാണ് പേര്. അങ്ങനെ ആ കൽപ്പത്തിൻ്റെതായ ഇടപെടൽ കൊണ്ട് നമ്മൾ പരിപക്വരായി, നമ്മളുടെ ആ നെല്ലും പതിരും നമ്മൾ തിരിച്ചറിഞ്ഞ് അല്ലെ, നീരും പാലിൽ നിന്ന് ആ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു കഴിയുമ്പോൾ എന്താവും? അത് അവിദ്യാരഹിതമായിട്ടുള്ള വിദ്യയായിട്ട് മാറും. അങ്ങനെ വിദ്യാവാനാകുന്ന നമുക്ക് മനസ്സിലാവും എന്ത്? നമ്മൾ വാസ്തവത്തിൽ വലിയ ഭ്രമമാണ് ഈ ലോകത്തോട് കാണിച്ചത്. അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള അവിദ്യയാണ് ഈ ഭ്രമത്തിന് കാരണം.
അതല്ലേ അർജുനൻ പറഞ്ഞത്, നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വാ ലബ്ധ, നഷ്ട മോഹ സ്മൃതി ലബ്ധ. ഭഗവാന്റെ ഉപദേശത്തിന്റെ ഫലമായിട്ട് മോഹങ്ങളെല്ലാം, അവിദ്യയെല്ലാം നഷ്ടമായി. ഞാൻ വാസ്തവത്തിൽ ആരാണ് എന്ന് പറയുന്നതായ സ്മൃതി എനിക്ക് ലബ്ധമായി. അത് തന്നെയാണ് ഗീതോപദേശത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ ശരിയായ ഫലം അർജുനന് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഗീതാശാസ്ത്രം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഗീതാശാസ്ത്രം അവസാനിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓരോ അധ്യായത്തിന്റെയും അവസാനം പറയുന്നുണ്ട്, ഇതി ശ്രീമദ് ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഇന്ന യോഗോ നാമ പ്രഥമോധ്യായ ദ്വിതീയോധ്യായ അഷ്ടാദശോധ്യായ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കും. അപ്പോ അവിദ്യക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ നാന്ദിയായിട്ട് വേണം ദർശനശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള അകത്തളത്തിലേക്ക് കടന്നു വരാനും ഇവിടെ നിലകൊള്ളാനും. ഇവിടെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ നിരന്തരം നമ്മൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായ അവിദ്യക്കെതിരെ പോരടിക്കുക എന്നർത്ഥം. ഞാൻ ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ ഒന്നിനോടും ഞാൻ താല്പര്യം കാണിക്കില്ല, അങ്ങനെ ഒരു എന്താ പറയുന്നത് പ്രതിജ്ഞയിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെ ഒരു പ്രതിജ്ഞയിലേക്ക് നമ്മൾ പോയാൽ അത് വലിയ തെറ്റാണ്. കാരണം ആ പ്രതിജ്ഞയെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഭീഷ്മനാകും, നമ്മൾ ഭയാനകനാകും ലോകത്ത്. അതാണ് ഭീഷ്മർക്ക് പറ്റിയത്. ഭീഷ്മർ പ്രതിജ്ഞയെ കൈക്കൊണ്ടു, ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ രാജ്യം ഭരിക്കില്ല. അതുകൊണ്ട് ശന്തനു അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന് പേര് കൊടുത്തു. സമൂഹത്തെ നമ്മൾ ഭയപ്പെടുത്തരുത്. സമൂഹവും നമ്മളുമായിട്ട് എന്ത് വേണം? സഹവർത്തിത്വമാണ് വേണ്ടത്. ആര്യ സമാജത്തിന്റെ 10ാമത്തെ നിയമം ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞത്? എല്ലാ വ്യക്തികളും വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വതന്ത്രന്മാരും സമൂഹത്തിന്റെ സർവഹിതകാരിയായ നിയമത്തിനു മുമ്പിൽ പരതന്ത്രന്മാരുമാണ് എന്ന്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് തന്നിഷ്ടം പ്രകാരം തീരുമാനമെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാമൂഹികമായ കാര്യങ്ങളിൽ വേണം എന്ത് ചെയ്യാൻ? സമൂഹത്തിൽ വ്യക്തിപരമായിട്ടുള്ള തന്നിഷ്ടം പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരു മറ ആവശ്യമാണ്. അത് ചെയ്തു പോകരുതെന്നല്ല, സമൂഹത്തിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ടും അത് സമൂഹം അറിയരുതെന്ന് നമുക്കുണ്ടാവും. അതുകൊണ്ട് ആര്യസമാജത്തിന്റെ ഈ 10ാമത്തെ നിയമം എന്ന് പറയുന്നത് അസ്വാഭാവികമല്ല, തികച്ചും സ്വാഭാവികമാണ്. കാരണം സമൂഹത്തിന്റെ ഹിതത്തിനല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ഹിതത്തെ കണക്കിലാക്കിക്കൊണ്ട് സമൂഹ ഹിതത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹം അറിയരുത് എന്നുള്ളതായിട്ടുള്ള ഒരു ശുഷ്കാന്തി നമ്മൾ പുലർത്താറുണ്ട്. അത് ഈ നിയമം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അത് തന്നെ നമ്മൾ വേദത്തിലേക്ക് അനയിച്ചേ. വേദം എന്ന് പറയുന്നതും വേദം നിർദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? കൃത്രിമമല്ല, അതെല്ലാം സ്വാഭാവികമാണ്. നമ്മുടെ ജീവശ്വാസം എപ്രകാരമാണോ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നത്, വേദജ്ഞാനവും സ്വാഭാവികമാണ്, ദർശനജ്ഞാനവും സ്വാഭാവികമാണ്. അതിന്റെ സ്വാഭാവികതയെ നമ്മൾ കണ്ടെത്തുക, അതാണ് ദർശനശാസ്ത്രത്തിന്റെ അധ്യയനത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്.
സമയം അതിക്രമിച്ചു. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു.